ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ 15-ന് ആരംഭിക്കും. ക്രിസ്മസ്, പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ചാണ് വിതരണം നേരത്തെയാക്കിയത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച തുകയായ 2000 രൂപ വീതമാണ് ലഭിക്കുന്നത്. 62 ലക്ഷത്തോളം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാൽ 1046 കോടി രൂപയാണ് അനുവദിച്ചത്. അടുത്ത അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷ എപ്പോഴാണ് നൽകേണ്ടത് എന്നതാണ്. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ പെൻഷൻ പദ്ധതിക്കായി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉടമകളും ആയിരിക്കണം. നിലവിൽ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളിലോ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നോ പെൻഷൻ വാങ്ങുന്നവരായിരിക്കരുത്. ട്രാൻസ് വുമൻസിനും അപേക്ഷിക്കാം. ഇത്രയുമാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ റേഷൻ കാർഡ്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് കോപ്പി എന്നിവയായിരിക്കും. അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇതിനായുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞു. ഇനി പുതിയ ഭരണസമിതി നിലവിൽ വരണം. ഇതിനുശേഷം ജനുവരി മാസത്തോടെയായിരിക്കും ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഈ സുരക്ഷാ പെൻഷൻ്റെ അപേക്ഷകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊക്കെ ഉടൻ തന്നെ എത്തുന്നതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ ഭരണസമിതികളുടെ സത്യപ്രതിജ്ഞ ഈ മാസം തന്നെ പൂർത്തിയാകും.